IAS തലപ്പത്ത് പോര് മുറുകുന്നു. ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി എൻ പ്രശാന്ത് IASന്റെ കത്ത്. കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ: പരാതിക്കാരില്ലാതെ സർക്കാർ സ്വന്തം നിലയിൽ മെമ്മോ നൽകിയത് എന്തിന്? സസ്പെൻഷന് മുമ്പ് എന്തുകൊണ്ട് തൻ്റെ ഭാഗം കേട്ടില്ല? തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും സ്ക്രീൻഷോട്ടും ആരാണ് ശേഖരിച്ചത്? ഏത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അക്കൗണ്ടിൽ നിന്നാണിത് ശേഖരിച്ചത്? അവ വ്യാജമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു. പ്രശാന്ത് എന്തായാലും രണ്ടും കൽപ്പിച്ചാണ്. അദ്ദേഹം വിവിധ ചോദ്യങ്ങൾ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കുന്നു. തൻ്റെ ഭാഗങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. പ്രജിത് മോഹൻ. ഈ IAS തലപ്പത്തെ ചേരിപ്പോര് അസാധാരണമായ രീതികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം സാധാരണഗതിയിൽ ഈ IAS തലപ്പത്തായാലും ശരി, അത് ഉദ്യോഗസ്ഥർക്കായാലും ശരി, ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട്. അത്തരം കീഴ്വഴക്കങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊന്നും വകവയ്ക്കാതെ തന്നെയാണ് ഇപ്പോൾ എൻ പ്രശാന്ത് മുന്നോട്ട് പോകുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജയതിലകനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ. തുടർന്ന് ഇത് IAS ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുന്നതാണെന്നും സംസ്ഥാനത്തെ ഈ സംവിധാനങ്ങളെയൊക്കെ അട്ടിമറിക്കുന്നതാണെന്നുള്ള രീതിയിലുള്ള കണ്ടെത്തലുകളും ഒക്കെ ആയിട്ടായിരുന്നു ചീഫ് സെക്രട്ടറി എൻ പ്രശാന്തിനെതിരെ സസ്പെൻഷൻ ഓർഡർ പുറത്തിറക്കിയത്. ഈ സസ്പെൻഷൻ ഓർഡറിന്റെ തുടർ നടപടികളായിട്ടുള്ള ചാർജ് മെമ്മോ നൽകിയതിലുള്ള വിശദീകരണമായാണ്, അല്ലെങ്കിൽ അതിൽ തന്നെ ഒരു വിശദീകരണം ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻ പ്രശാന്ത് രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ 5 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കത്താണ് ഈ ചാർജ് മെമ്മോയ്ക്ക് പകരമായി എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത്: ഒന്ന്, പരാതിക്കാരില്ലാതെ സ്വന്തം നിലയ്ക്ക് എന്തിനാണ് തനിക്ക് മെമ്മോ നൽകിയെന്നുള്ളൊരു ചോദ്യം പ്രശാന്ത് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സസ്പെൻഷന് മുൻപ് തൻ്റെ ഭാഗം കേട്ടിട്ടില്ല, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയി എന്നുള്ളത് പ്രശാന്ത് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ആരാണ് ശേഖരിച്ചത്, ഏത് അക്കൗണ്ട് വഴിയാണ് ഈ പോസ്റ്റുകൾ ശേഖരിച്ചത്, ഇവ വ്യാജമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള 5 പ്രസക്തമായ ചോദ്യങ്ങൾ തന്നെയാണ് എൻ പ്രശാന്ത് ചോദിക്കുന്നത്. സാധാരണഗതിയിൽ ഈ സസ്പെൻഷൻ നടപടികളുടെ ഭാഗമായി ഇത്തരത്തിൽ ചാർജ് മെമ്മോ നൽകുമ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഉന്നത ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്ക് ഉദ്യോഗസ്ഥർ പോകാറില്ല. അതിന് മറുപടി നൽകി സസ്പെൻഷൻ കാലയളവ് പൂർത്തിയാക്കി തിരിച്ച് സർവീസിൽ കയറുകയാണ് സാധാരണഗതിയിലുള്ള ഒരു പതിവ് എന്ന് പറയുന്നത്. എന്നാൽ ഈ എൻ പ്രശാന്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഇത്തവണ ചീഫ് സെക്രട്ടറിയുടെ നടപടികളെ തന്നെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ എൻ പ്രശാന്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തിയ സമയത്ത് കൂടി അന്നേ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രത്യേകിച്ച് എൻ പ്രശാന്തിന്റെ വിശദീകരണം കേൾക്കാതെ സ്വന്തം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നടപടിയിലേക്കായിരിക്കും ചീഫ് സെക്രട്ടറി പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് പ്രശാന്തിന്റെ വിശദീകരണം കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുമില്ല. അതടക്കമുള്ള കാര്യങ്ങളാണ് എൻ പ്രശാന്ത് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതെന്നുള്ളത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് കൂടി എൻ പ്രശാന്ത് തന്റെ അവകാശങ്ങളെ പറ്റി, കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞതാണ്. നിയമപരമായി ഇതൊക്കെ ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്, സർക്കാരുകളെയല്ല താൻ ചോദ്യം ചെയ്യുന്നത്, മറിച്ച് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില പോരായ്മകളെയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയ്തിലേക്ക് മറ്റു ചില ഉദ്യോഗസ്ഥരും ചേർന്നുള്ള തന്നെ ഒതുക്കാൻ നടത്തുന്ന ചില ശ്രമങ്ങളെ എന്നൊക്കെ രീതിയിലായിരുന്നു എൻ പ്രശാന്ത് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിക്കെതിരെയും എൻ പ്രശാന്ത് ശബ്ദമുയർത്തുകയാണ്. ചാർജ് മെമ്മോയ്ക്ക് അസാധാരണമായ വിധത്തിൽ ഒരു വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള മറുപടിയാണ് എൻ പ്രശാന്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിനോദ്. എൻ പ്രശാന്താണ് ചീഫ് സെക്രട്ടറിയോട് 5 കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. കുറിക്കൊള്ളുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.